ും മക്കളെ, നമ്മൾ ഇന്ന് ക്ലാസ്സിൽ കുറച്ച് ആക്ടിവിറ്റി എഴുതിയപ്പോൾ ലെറ്റേഴ്സ് എഴുതിയപ്പോൾ ലാ എന്നുള്ള ലെറ്റർ എഴുതിയപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ, അതൊന്നുകൂടി നമ്മൾ റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. അതൊന്ന് മനസ്സിലാക്കി വെച്ചോ. അപ്പോൾ ലാ എന്നുള്ള ലെറ്റർ നോർമലി നമ്മൾ ലാ എന്നുള്ള ലെറ്റർ എങ്ങനെ എഴുതുക? ഇങ്ങനെയാണ് എഴുതുക അല്ലേ? ലാ എന്നുള്ള ലെറ്റർ ഇങ്ങനെയാണ് എഴുതുക അല്ലേ? ഇവിടെ കണ്ടു, ഇവിടെ ലാക്ക് കേസിലാണെങ്കിൽ ലിബാസുൻ അല്ലേ? ലാ എന്നുള്ള ലെറ്ററിന് അലിഫ് വരികയാണെങ്കിൽ ലാ ഇങ്ങനെ റീഡ് ചെയ്യും, ലാക്ക് അലിഫ് വരികയാണെങ്കിൽ ലാന്ന് ഇങ്ങനെ റീഡ് ചെയ്യും അല്ലേ? പക്ഷേ ലാക്ക് അലിഫ് വരുമ്പോൾ ഇങ്ങനെ വരൂല, ഇങ്ങനെ എഴുതൂല. പകരം നമ്മൾ എങ്ങനെ എഴുതുക? ഈ ലാന് ഇങ്ങനെ വളഞ്ഞിട്ട് എഴുതിയിട്ട് അലിഫ് ഇങ്ങനെ വരിക, അപ്പോഴാണ് ഇത് ലാനാവുക. പിന്നെ വേറെ ടൈപ്പിൽ എഴുതും, എങ്ങനെ എഴുതുക? ഇങ്ങനെ ലാ ഇങ്ങനെ എഴുതിയിട്ട് അലിഫ് ഇങ്ങനെ വരും. ഇങ്ങനെ 2 ടൈപ്പിലാണ് ലാക്ക് അലിഫ് വരുമ്പോൾ എഴുതുക, അല്ലാണ്ട് ഇങ്ങനെ വരൂല. ലാക്ക് അലിഫ് നോർമലി ഇങ്ങനെ വരൂല. എങ്ങനെയൊക്കെയാ വരിക? ലാക്ക് അലിഫ് വരുമ്പോൾ എങ്ങനെ വരിക? ഇങ്ങനെ വന്നിട്ട് അലിഫ് എങ്ങനെ വരിക? ഇങ്ങനെ വരും, ലാ എന്ന് പറയാൻ. അല്ലെങ്കിലോ ലാ എന്ന് പറയാൻ ലാലിഫ് ഇങ്ങനെ വരും. ഓക്കെ, ഇങ്ങനെയാണ് വരിക ലാ എന്ന് പറയാൻ കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ലാൻ്റെ കേസിൽ ഇവിടെ അലിഫ്ലാം വന്നിട്ടുണ്ട്. ഒരു വീടിൻ്റെ ഇവിടെ കണ്ടോ, സലാമു നിലീന് മുന്നേ ആയിട്ട് എന്തുണ്ട്? അലിഫ്ലാം വന്നിട്ടുണ്ട് അല്ലേ? ഇവിടെ കണ്ടോ? അപ്പോൾ അസ്സലാമു എന്നാണ് അത് റീഡ് ചെയ്യുക അല്ലേ? അസ്സലാമു അല്ലേ? ഓക്കെ, അസ്സലാമു. അതേപോലെ തന്നെ ഇവിടെ ഇപ്പം എന്താ, ഖമറിന്റെ മുന്നേ അലിഫ്ലാമു വന്നിട്ടുണ്ട്. അങ്ങനെ പറയാ അൽ ഖമറു, അൽ ഖമറു എന്നാ പറയാ അല്ലേ? വ്യത്യാസമുണ്ട്. അലിഫ്ലാമു വന്നത് ഇവിടെ വ്യത്യാസം എന്താ? ഇവിടെ ലാമിന് അലിഫ്ലാമിന് സുക്കൂനില്ല, അതുകൊണ്ട് നമ്മൾ അസ്സലാമു എന്നാ പറയാ. ഇവിടെ സുക്കൂനുണ്ട്, അപ്പൊ നമ്മൾ എന്താ പറയാ? അൽ എന്താ പറയാ? അൽ ഖമറു. ഇവിടെ സുക്കൂൻ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പറയാ? അൽ സലാമു എന്ന് പറയാ. അങ്ങനെ അല്ലാതെ പറയാ അസ്സലാമു എന്നാ പറയാ. ഇവിടെ സുക്കൂൻ ഉണ്ട്, അൽ ഖമറു എന്നാ പറയാ. സുക്കൂൻ ഇല്ലെങ്കിൽ എന്താ പറയാ? അഖമറു എന്നൊക്കെ പറയും. അപ്പം അതിന് ഓരോ റൂളൊക്കെ ഉണ്ട്. ഖമരിയ ഷംസിയ എന്നൊക്കെ പറയാം. ഖുർആനിൽ നമ്മൾ റീഡ് ചെയ്യുമ്പോൾ അലിഫ്ലാമിന്റെ മുകളിൽ സുക്കൂൻ ഉണ്ടെങ്കിൽ നമ്മൾ അൽ എന്ന് വെച്ചിട്ട് പറയണം. സുക്കൂൻ ഇല്ലെങ്കിൽ നമ്മൾ അസ്സ, അങ്ങനെ അൽ എന്ന് പറയാണ്ട് അസ്സലാമു, അസ്സാലബു അങ്ങനെയൊക്കെയാ പറയാം. സുക്കൂൻ ഉണ്ടെങ്കിൽ അൽ ഖമറു അങ്ങനെയൊക്കെയാ പറയാം കേട്ടോ. അപ്പൊ അങ്ങനെ ഖുർആൻ റീഡ് ചെയ്യുമ്പോൾ, ഓതുമ്പോൾ, റെസീറ്റ് ചെയ്യുമ്പോൾ ചെയ്യണം കേട്ടോ. ലാമിന്റെ കേസിൽ അലിഫ്ലാമു വരുമ്പോൾ. ഓക്കെ, അപ്പൊ നമുക്കിതൊന്ന് റീഡ് ചെയ്ത് നോക്കാം. അതെങ്ങനെ റീഡ് ചെയ്യാം? ദലാലുൻ, ദലാലുൻ. ഇവിടെ അസ്സലാമു, അസ്സലാമു. അൽ ഖമറു, അൽ ഖമറു. അശംസു, അശംസു.